ഞായറാഴ്ച രാത്രിയാണ് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ബർഹൂം നേരത്തെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യവും വെളിപ്പെടുത്തി. ഇസ്മായിൽ ബർഹൂമിനെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിലെ സർജിക്കൽ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് നേരെയായിരുന്നു ഇസ്രയേൽ ആക്രമണം. രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നും സ്ഥലത്ത് നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചതായും സൈന്യം വ്യക്തമാക്കി. ഗാസയിലെ ജനങ്ങളെ അപകടത്തിലാക്കുന്നതിനൊപ്പം ഹമാസ് ഭീകരസംഘടന സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ചൂഷണം ചെയ്യുകയാണ്. ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി സജീവമായ ഒരു ആശുപത്രിയെ അഭയകേന്ദ്രമായി ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നേരിട്ടുള്ള ലംഘനമാണെന്നും IDF പ്രസ്താവനയിൽ പറഞ്ഞു. ഭീകരസംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകിയിരുന്ന ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയിലെ അംഗമായിരുന്നു ഇസ്മായിൽ ബർഹൂം. ഭീകരസംഘടനയ്ക്ക് വേണ്ടി സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതിനാൽ യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ വർഷം ബർഹൂമിനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിന്റെ വധത്തിന് പിന്നാലെയാണ് ബർഹൂമിന്റെ വധം. ഇസ്രായേൽ വ്യോമാക്രമണം പുനരാരംഭിച്ച ചൊവ്വാഴ്ച മുതൽ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയിൽ കൊല്ലപ്പെടുന്ന 4ാമത്തെ അംഗമാണ് ബർഹൂം. 2021-ൽ തെരഞ്ഞെടുക്കപ്പെട്ട ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയിലെ 20 അംഗങ്ങളിൽ 11 പേർ ഗാസയിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഹമാസിനെതിരായ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണെന്നും ഗാസയിൽ തീവ്രവാദികൾ ബന്ദികളാക്കിയിരിക്കുന്ന 59 പേരെ മോചിപ്പിക്കുന്നതുവരെ ഇസ്രയേൽ ആക്രമണം തുടരുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.